ഹലോ, വെരി ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ മോർണിംഗ് വാക്കിലേക്ക്. ഇന്ന് ഫെബ്രുവരി 16-ാം തീയതി ഞായറാഴ്ചയാണ്. കുംഭം 4-ാം തീയതിയാണ്. നല്ലൊരു ഞായറാഴ്ചയാണ്. നമ്മൾ കുറച്ച് തിരക്കുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അല്ലേ? അതെ. കുന്നറ പാർക്ക്, വൈറ്റിലയിൽ സിൽവർ സാൻഡ് ഐലൻഡിന് മുന്നിലുള്ള കുന്നറ പാർക്കിന് തൊട്ട് മുന്നിലുള്ള വാക്ക് വേയിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും കുന്നറ പാർക്ക് തുറക്കും. അപ്പോൾ പാർക്കിനുള്ളിലെ സൗകര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരും. ഇന്നൊരു ഞായറാഴ്ചയാണ്. എല്ലാവരും ഉറക്കത്തിൻ്റെ ഒരു ആലസ്യത്തിലൊക്കെ ആയിരിക്കും എന്നറിയാം. കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ്. പക്ഷേ അലസമായിരിക്കാതെ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തോടെ നമുക്ക് നല്ല ഊർജ്ജത്തോടെ തന്നെ തുടങ്ങാം. എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. നമ്മുടെ യാത്ര തുടങ്ങുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. നമ്മളെ വേദനപ്പെടുത്തിയ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ തന്നെ നമുക്ക് ഈ മോർണിംഗ് വാക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ നടത്തം ആരംഭിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഡൽഹിയിലെ അപകടത്തിന്റെ വിവരങ്ങളെക്കുറിച്ചാണ്. രാത്രിയെത്തിയ വാർത്തയാണ്. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 18 ആയിരിക്കുന്നു. ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചവരിൽ 30ഓളം പേർക്ക് അതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെ പ്ലാറ്റ്ഫോം നമ്പർ 13, 14, 15 എന്നിവിടങ്ങളിലാണ് ഈ വൻ തിരക്കുണ്ടായത്. ഉന്നതതല അന്വേഷണം റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ സക്സേന തുടങ്ങിയവർ അപകടത്തിൽ ദുഃഖം, അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഈ കുംഭമേളയോടനുബന്ധിച്ച് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നല്ലോ. ഈ അപകടത്തിനെ കുറിച്ച് എന്താണ് അധികൃതർ പറയുന്നത്? ഒപ്പം തന്നെ ഈ ആരോഗ്യനില, പരുക്കേറ്റവരുടെ നിലവിൽ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് പ്രവിത, സ്മിത. ദാരുണമായ ഒരു അപകടമാണ് ഇന്നലെ രാത്രി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി പുറപ്പെട്ട തീർത്ഥാടകരാണ് ഈ അപകടത്തിൽപ്പെട്ടവരിൽ ബഹുഭൂരിഭാഗവും. ഈ റെയിൽവേ സ്റ്റേഷനിൽ 2 ട്രെയിനുകൾ വൈകിയത് പ്ലാറ്റ്ഫോമിൽ ആളുകളുടെ തിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കി. സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്, ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസ് എന്നിവ വൈകി. ഈ 2 ട്രെയിനുകളും 14, 15 പ്ലാറ്റ്ഫോമുകളിലാണ് എത്തേണ്ടിയിരുന്നത്. ഒപ്പം തന്നെ ഒരു സ്പെഷ്യൽ ട്രെയിൻ കുംഭമേളയോടനുബന്ധിച്ച് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടർന്നതും കൂടുതൽ ആളുകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ സമയത്ത് എത്താൻ ഇടയാക്കി. ഏതാണ്ട് 1500ഓളം ജനറൽ ടിക്കറ്റുകൾ ഈ സമയത്ത് മാത്രമായി വിറ്റതായാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. വലിയ തിരക്ക് തന്നെ, നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ, ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ഈ 14, 15 പ്ലാറ്റ്ഫോമുകൾ തിങ്ങി നിറയാൻ ഇടയാക്കുകയാണ് ഇത് ഉണ്ടായത്. തുടർന്നാണ് ഈ തിക്കും തിരക്കിലും പെട്ട് 18 പേർ മരിച്ചതായാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. 15 മൃതദേഹങ്ങൾ നിലവിൽ LNJP ആശുപത്രിയിലും 3 മൃതദേഹങ്ങൾ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലും നിലവിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പരിക്കേറ്റ് 30ഓളം പേരെ ആശുപത്രികളിൽ, ഈ 2 ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചതാണ് ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. ഇതിൽ പലരുടെയും പരിക്ക് അതീവ ഗുരുതരമാണ്. പ്രധാനമായും സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചവരിൽ കൂടുതലും. 18 പേരിൽ 11 പേരും സ്ത്രീകളാണ്. 4 കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. ശ്വാസം മുട്ടൽ അടക്കമുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് തിക്കും തിരക്കും വർദ്ധിച്ചതിനെ തുടർന്ന് അനുഭവപ്പെടുകയായിരുന്നു. ഇവർ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് ഇത്തരത്തിൽ ദാരുണമായ അപകടമുണ്ടായത്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ റെയിൽവേ പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അതിന് കഴിയാത്ത തരത്തിൽ, നിയന്ത്രണാതീതമായ തരത്തിലുള്ള തിക്കും തിരക്കും അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സിനെ ഉൾപ്പെടെ രാത്രി വിളിച്ച് വരുത്തുന്ന സാഹചര്യമുണ്ടായി. 4 ഫയർ എഞ്ചിനുകൾ ഈ വൈകിട്ട് 10 മണിയോടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. 8 മണി മുതൽ തന്നെ ശക്തമായ തിരക്ക് ഈ റെയിൽവേ സ്റ്റേഷന്റെ 2 പ്ലാറ്റ്ഫോമുകളിൽ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ സംഭവമുണ്ടായ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ റെയിൽവേ നിഷേധിക്കുകയാണ് ഉണ്ടായത്. സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് റെയിൽവേ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിലിപ്പോൾ ഈ സംഭവത്തിൽ മരണമടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഔദ്യോഗികമായ വിശദീകരണം റെയിൽവേയുടെ ഭാഗത്തു നിന്നും വരേണ്ടതുണ്ട്. എന്നാൽ നിലവിലിപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന അടക്കമുള്ളവർ
ഈ സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കും എന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ തിക്കും തിരക്കും അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ് 30ഓളം പേർ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നുണ്ട് എന്നാണ് ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. എന്നാൽ അതിനേറെ പേർക്ക് പരിക്കേറ്റു എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ ദുഃഖകരമായ വാർത്തയാണ് ഇന്നലെ രാത്രി എത്തിയ വാർത്ത. വലിയ തിക്കിലും തിരക്കിലും പെട്ടാണ് മരണമുണ്ടായത്. പരുക്കേറ്റവരുടെ ആരോഗ്യനില, അതിനെക്കുറിച്ചൊക്കെ വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. എന്തായാലും റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബൽറാം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് സ്മിത. ബൽറാം, ഇപ്പോൾ ഇത്ര വലിയ അപകടമുണ്ടായ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ സ്ഥിതിഗതികൾ അവിടെ എങ്ങനെയാണ്? ഈ ആളുകളെയൊക്കെ ഇപ്പോഴും അവിടേക്ക് കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ കുംഭമേള അത് നടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും ഒക്കെയുള്ള ആ ഒരു സാഹചര്യമുണ്ട്. അപ്പം നിലവിൽ എന്താണ് റെയിൽവേ സ്റ്റേഷനിലെ സാഹചര്യം? പ്രവിത, നിലവിൽ ഇപ്പോൾ ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ സ്ഥിതിഗതികൾ ശാന്തമാണ്. രാത്രി 8 മണി മുതൽ 11:30 വരെയാണ് ഈ വലിയ തിരക്കും ഇത്തരത്തിൽ അപകടകരമായ ഈ സാഹചര്യം റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത്. തുടർന്ന് ഫയർ എഞ്ചിനുകളും റെയിൽവേ പോലീസ് ഉൾപ്പെടെയുള്ളവർ എത്തി ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അപകടത്തിൽപ്പെട്ടവരെ, പരിക്കേറ്റവരെ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. തുടർന്ന് സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പെടുത്തി ഈ ആളുകളെ, തീർത്ഥാടകരെ പോകാനുള്ള സൗകര്യം ഒരുക്കി. നിലവിലിപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്, പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് സാഹചര്യം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് തന്നെ ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലും ഇത്തരത്തിൽ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാഹചര്യം ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ട്. പ്രധാനമായും 2 ട്രെയിനുകൾ വൈകിയതും കൂടാതെ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് എന്നുള്ള അഭ്യൂഹം പടർന്നതുമാണ് വലിയ തിരക്ക് അനുഭവപ്പെടാൻ കാരണമായത്. ഈ സംഭവത്തെക്കുറിച്ച് റെയിൽവേ എന്തായാലും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് 2 ട്രെയിനുകൾ വൈകാനും കൂടാതെ ഈ ട്രെയിനുകളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും കൂടുതലായി ജനറൽ ടിക്കറ്റുകൾ വിൽക്കാൻ ഇടയായതും എന്നുള്ള സാഹചര്യം ഉൾപ്പെടെ റെയിൽവേ അന്വേഷിക്കും. കൂടാതെ ഈ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടായിരുന്ന സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് റെയിൽവേ പരിശോധന നടത്തും. ആദ്യഘട്ടത്തിൽ റെയിൽവേ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായ സംഭവം തന്നെ നിഷേധിക്കുകയാണ്. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ആദ്യമുണ്ടായ വിശദീകരണത്തിൽ തിക്കിനും തിരക്കിനും സമാനമായ സാഹചര്യമുണ്ടായി എന്നും അഭ്യൂഹങ്ങളാണ് അഭ്യൂഹങ്ങൾ എന്നുമുള്ള വിശദീകരണമായിരുന്നു ആദ്യഘട്ടത്തിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേ കൃത്യമായ വിശദീകരണമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മരണം സംഭവിച്ചതായുള്ള സ്ഥിരീകരണമോ റെയിൽവേയുടെ ഭാഗത്തു നിന്നും റെയിൽവേ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 18 പേർ ഈ അപകടത്തിൽ മരിച്ചു, 11 പേരും അവിടെ അപകടം ഉണ്ടാകുന്നു എന്നുള്ള അഭ്യൂഹം. ബൽറാം, ഒന്ന് ഇടപെടുകയാണ്. ഈ തിക്കും തിരക്കും ഉണ്ടായി എന്നുള്ള ഒരു വാർത്ത പരക്കുന്നു. അപ്പൊ അതിനുശേഷം യാത്രക്കാർ അവിടെ, നമുക്കറിയാലോ അവിടെ വലിയ തിരക്കാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ കുംഭമേള നടക്കുന്നു. അപ്പം ആ തിരക്കിൽ ജനങ്ങളും അല്ലാതെ പരിഭ്രാന്തരായത് ഈ ഒരു അപകടത്തിന്റെ ഗ്രാവിറ്റി കൂടുന്നതിന് കാരണമായി എന്നുള്ളൊരു റിപ്പോർട്ടും വായിച്ചിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായും സ്മിത, ഇത്തരത്തിൽ 2 ട്രെയിനുകൾ വൈകി ഓടുകയും കൂടാതെ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് ഈ മഹാകുംഭമേളയോടനുബന്ധിച്ച് പ്രത്യേക തീവണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന അഭ്യൂഹം പടർത്തുകയും ചെയ്തതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് വലിയ തിരക്ക് അനുഭവപ്പെടാൻ ഇടയാക്കിയത്. ആളുകൾ ഈ മഹാകുംഭമേളയിൽ അവസാന ദിവസങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ തിരക്ക് പ്രയാഗ്രാജിൽ കുറയുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തീർത്ഥാടകർ അവിടേക്ക് എത്താൻ താല്പര്യം കാണിച്ചിട്ടുണ്ടാകാം എന്നാണ് നിഗമനം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രത്യേക തീവണ്ടി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് ഏർപ്പെടുത്തിയതായുള്ള അഭ്യൂഹവും പടരുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ വലിയ തിരക്ക് അല്ലെങ്കിൽ കൂടുതൽ തീർത്ഥാടകർ ന്യൂഡൽഹിയിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ ഇടയാക്കിയത് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ റെയിൽവേക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്.
ഇത്തരത്തിൽ 2 ട്രെയിനുകൾ വൈകിയോടുകയും ഒപ്പം തന്നെ ഒരു സ്പെഷ്യൽ ട്രെയിൻ പ്രതീക്ഷിച്ചെത്തുന്ന ആളുകളുടെ കൂടി തിരക്കായതോടുകൂടിയാണ് നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലുള്ള വലിയ തിരക്ക് റെയിൽവേ സ്റ്റേഷനിൽ അനുഭവപ്പെടാൻ ഇടയാക്കിയത്. കൂടാതെ കൂടുതൽ സാധാരണ രീതിയിൽ വിതരണം ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി ടിക്കറ്റുകൾ, ജനറൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന സാഹചര്യവും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടായി. ഇതാണ് ഇത്തരത്തിൽ വലിയ തിരക്ക് ഈ പ്ലാറ്റ്ഫോമിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനേക്കാൾ കൂടുതലായി ആളുകൾ എത്താനും ട്രെയിൻ എത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ ട്രെയിൻ ലക്ഷ്യമാക്കി നീങ്ങാനും അത് തിരക്കിനും ഇടയായതും എന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു അഭ്യൂഹം പടർന്നത് എന്നും ട്രെയിനുകൾ വൈകി ഓടിയതിന്റെ കാരണം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് റെയിൽവേ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. റെയിൽവേ സ്റ്റേഷനിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾ, അവരുടെ സ്ഥിതി, ചിലരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. മറ്റുള്ളവർക്ക് ലഭ്യമാകുന്ന എല്ലാ സഹായവും ഉറപ്പാക്കാനുള്ള നിർദ്ദേശം ഉന്നത നേതൃത്വത്തിൽ നിന്ന് തന്നെ നൽകിയിട്ടുണ്ട്. സ്മിത. ഒപ്പം തന്നെ ബൽറാം, ഈ മരിച്ചവരുടെ പേരുവിവരങ്ങൾ, അതുപോലെ പരുക്കേറ്റ ആശുപത്രിയിലുള്ളവരുടെ പേരുവിവരങ്ങൾ, വലിയ തിക്കും തിരക്കുമുള്ള ഒരു സമയം തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ പേരുവിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? അവർ എവിടുത്തുകാരാണ്? ഒരുപാട് പേർ തലസ്ഥാന നഗരമാണ്, അല്ലെങ്കിൽ തന്നെ പൊതുവെ വലിയ തിരക്ക്, എവിടെന്നൊക്കെയോ വരുന്ന ആളുകളാണ്, പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് യാത്ര പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ കുംഭമേളയുടെ കൂടെ പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇവരുടെ പേരുവിവരങ്ങൾ, ഇവരെവിടുത്തുകാരാണ്, ഇക്കാര്യങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? സ്മിത, ഈ റെയിൽവേ ആണ് ഔദ്യോഗികമായി ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകേണ്ടത്. എന്നാൽ ആദ്യഘട്ടത്തിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഈ വിഷയം അല്ലെങ്കിൽ ഈ സംഭവം മറച്ചുവെക്കാനുള്ള ശ്രമമുണ്ടായി എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ഈ അപകടമുണ്ടായി ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ റെയിൽവേ ഇക്കാര്യം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടായിട്ടില്ല, മരണമുണ്ടായിട്ടില്ല, മറിച്ച് തിക്കിനും തിരക്കിനും സമാനമായ സാഹചര്യമുണ്ടായി. നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് റെയിൽവേ വിശദീകരണം നൽകുന്ന ഘട്ടത്തിൽ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുകയും മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഫയർഫോഴ്സ് അടക്കമുള്ളവരെ ഇവിടെ എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. മരിച്ചവരുടെ പട്ടിക സംബന്ധിച്ച് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം 2 ആശുപത്രികളിലായി 18 മൃതദേഹങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. 18 മരണങ്ങൾ ഈ അപകടത്തെ തുടർന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ 11 പേർ സ്ത്രീകളും 4 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഇവരുടെ പേരുവിവരങ്ങൾ, ഇവർ എവിടെ നിന്നുള്ളവർ എന്നതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ വിവരം ലഭ്യമാകേണ്ടതുണ്ട്. കാരണം റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം റിസർവേഷൻ യാത്രക്കാരുടെ പേരുവിവരങ്ങൾ അടക്കമുള്ളവ ആണ് റെയിൽവേയുടെ കൈവശം ഉണ്ടാകുന്ന ടിക്കറ്റുകളിൽ ഉൾപ്പെടുന്ന വിവരം. മറ്റു വിവരങ്ങൾ ഈ ജനറൽ ടിക്കറ്റിൽ യാത്ര ചെയ്യാനായി എത്തിയവരാണ് ഈ അപകടത്തിൽപ്പെട്ടവരിൽ ബഹുഭൂരിഭാഗവും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇവരുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് പട്ടികയാക്കി വന്നതേ ഉള്ളൂ എന്നാണ് റെയിൽവേ അധികൃതരിൽ നിന്നും ലഭ്യമാക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പട്ടിക, ഒപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ളവ അല്പസമയത്തിനകം തന്നെ റെയിൽവേ പുറത്തുവിടും എന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇപ്പോൾ 18 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ 11 സ്ത്രീകളും 4 കുട്ടികളും ഉൾപ്പെടുന്നു എന്നാണ് ലഭ്യമാകുന്നത്. ഇതിലെ ഇപ്പോൾ ഈ റെയിൽവേ തന്നെ ഈ കാര്യങ്ങൾ പുറത്തുവിടാൻ ഏറെ വൈകിയിരുന്നു. പക്ഷേ അപ്പോൾ തന്നെയും 18 മരണം സംഭവിച്ചിട്ടുണ്ട്, കൂടുതൽ പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഈ പുറത്തുവിട്ട കണക്കുകളാണ് യഥാർത്ഥം എന്ന് പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ ബൽറാം? പ്രവിത, നിലവിൽ ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ മരണനിരക്ക് അല്ലെങ്കിൽ അന്തിമമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം റെയിൽവേ നിലവിൽ 2 ആശുപത്രികളിലായി സ്ഥിരീകരിച്ച മരണങ്ങളുടെ വിവരം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് 18 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. LNJP ആശുപത്രിയിൽ 15 മൃതദേഹങ്ങളും ലേഡി ഹാർഡിംഗ് ആശുപത്രിയിൽ 3 മൃതദേഹങ്ങളും എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. നിരവധി പേർ പരിക്കേറ്റ് 2 ആശുപത്രികളിലുമായി ചികിത്സയിലുണ്ട്. ഇവരുടെ ആരോഗ്യനില, ചിലരുടെ ആരോഗ്യനില മോശമാണ് എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ
ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള ഔപചാരികമായി പൂർണ്ണമായ കണക്കെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ ഒരു വിശദീകരണം റെയിൽവേയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെയാണ് ഈ ആശുപത്രികളിൽ നിന്നും ലഭ്യമാകുന്ന റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത്. മറ്റ് ആശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇവർക്ക് ഗുരുതരമായിട്ടുള്ള പരുക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരുക്കേറ്റവരുടെ അവസ്ഥയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. പ്രവിത, ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനോട് ഏറ്റവും അടുത്ത് ഉള്ള 2 ആശുപത്രികളാണ്, അല്ലെങ്കിൽ വലിയ ആശുപത്രികളാണ് ഈ LNJP ലോക്നായക് ജയപ്രകാശ് ആശുപത്രി, ഒപ്പം തന്നെ ലേഡി ഹാർഡിംഗ് ആശുപത്രി എന്നിവ. ഈ 2 ആശുപത്രികളിലേക്കാണ് ഈ പരിക്കേറ്റവരെ കൊണ്ടുപോയത്. ഒപ്പം തന്നെ മൃതദേഹങ്ങളും ഗുരുതരമായി പരിക്കേറ്റവരെയും മൃതദേഹങ്ങളും മാറ്റിയത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ആശുപത്രികളിലായി മാത്രമാണ് ഈ അപകടത്തെ തുടർന്ന് പരിക്കേറ്റവർ ചികിത്സയിലുള്ളത് എന്നുമാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഈ പട്ടിക, മരിച്ചവരുടെ എണ്ണം സംബന്ധിച്ചുള്ള കണക്ക് അന്തിമമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഗുരുതരമായി പരിക്കേറ്റ ഒട്ടേറെ പേരുണ്ട്. കൂടാതെ അധികൃതർ ഔപചാരികമായി സ്ഥിരീകരിക്കേണ്ട വിവരങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2 ആശുപത്രികളിലും എത്തി പരിശോധന നടത്തി ഇവരുടെ പേര് വിവരങ്ങൾ, ഇവരുടെ ഏത് സ്ഥലത്ത് നിന്ന് ഉള്ളവരാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമായ ശേഷം മാത്രമായിരിക്കും അന്തിമമായ പട്ടിക ഇക്കാര്യത്തിൽ റെയിൽവേ പുറത്തുവിടുക. നിലവിൽ 18 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. LNJP ആശുപത്രിയിൽ 15 മൃതദേഹങ്ങളും ഒപ്പം തന്നെ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിൽ 3 മൃതദേഹങ്ങളും ഉണ്ട് എന്നാണ് നിലവിൽ ലഭ്യമായിരിക്കുന്നത്. പരിക്കേറ്റ് 30ഓളം പേർ ചികിത്സയിലുണ്ട് എന്നാണ് ലഭ്യമാകുന്ന കണക്കുകൾ. എങ്കിലും ഈ കണക്കുകൾ ഇതിലേറെ പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഈ അപകടത്തിൽ എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മരിച്ചവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ മരണസംഖ്യ ഉയർന്നേക്കും എന്ന റിപ്പോർട്ട് തന്നെയാണ് പുറത്തുവിടുന്നത്. ഔപചാരികമായ ഈ വിഷയത്തിലുള്ള സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ തിക്കും തിരക്കുമായിരുന്നു. ജനങ്ങൾ പരിഭ്രാന്തരായതും ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി കൂട്ടാൻ കാരണമായി എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് റെയിൽവേ. 18 മരണങ്ങളാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ, അവരുടെ എല്ലാം ആരോഗ്യനില ഏത് രീതിയിലാണ്, ഇക്കാര്യങ്ങളെല്ലാം അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ബൽറാം നെടുങ്ങാടിയുമായി നമുക്ക് വീണ്ടും ചേരാം. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി പോവാം. വേറൊരു അപകടത്തിന്റെ വാർത്തയാണ് വീണ്ടും വരുന്നത്. അത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. അതെ, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി. അവിടുത്തെ വനിതാ ബ്ലോക്കിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തം ഉണ്ടായത് അറിഞ്ഞ ഉടൻ തന്നെ ICUവിൽ ഉള്ള രോഗികളെ ഉൾപ്പെടെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു അപകടം ഒഴിവാക്കി എന്നാണ് നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുക പടർന്നതോടെ ICUവിൽ ഉണ്ടായിരുന്നവരെ രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അടച്ചു. ആർക്കും പരുക്കില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പെട്ടെന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായത്. ഉടനെ തന്നെ ഈ വാർഡിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പുക പടരുന്നത് കണ്ടാണ് ICUവിൽ ഉണ്ടായിരുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഈ വാർഡിലുണ്ടായിരുന്ന ആളുകളും നഴ്സുമാർ ഓടുന്നത് കണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ മരുന്നുകളും റെക്കോർഡുകളും മറ്റും സൂക്ഷിക്കുന്ന സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത്. പക്ഷേ ഈ പുക പടർന്നു പിടിക്കുന്നത് കണ്ടാണ് ഈ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് വാർഡുകളിൽ ഫീമെയിൽ വാർഡിലുണ്ടായിരുന്ന ആളുകളൊക്കെ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. വയറിൽ ഷോർട്ടായി ഒരേ തീപിടുത്തം. ഒക്കെ ആളുകളൊക്കെ കുറ്റിയൊക്കെ എടുത്ത് ഓടി, പൈസയും കൂടി എടുക്കാതെ ഫോണും കൂടി എടുക്കാതെ ജീവനെ രക്ഷാതെ പറഞ്ഞ ഒറ്റ ഓട്ടമാണ്. ഒക്കെ ഓടി രക്ഷപ്പെട്ടോളിന്ന് ഒരു സൗണ്ട്. രോഗികൾ തവിക്കണം, ഞങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടു. പാലക്കാട് നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോൾ പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അതിന്റെ പുറകിൽ ഈ വാർഡുകളിലും മറ്റും ഉണ്ടായിരുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവരെല്ലാം തന്നെ പരിഭ്രാന്തരായി വളരെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു, രക്ഷപ്പെടുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും ഇപ്പോൾ ICUവിലൊക്കെ കിടക്കുന്ന ആളുകളെ വളരെ വേഗത്തിൽ തന്നെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കും തന്നെ മറ്റ് അസ്വസ്ഥതകളില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.
ഈ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം എന്തെന്നുള്ളത് വ്യക്തമായിട്ടില്ല. AC-യിൽ നിന്നോ മറ്റുണ്ടായ ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും തീ ഇപ്പോൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിൽ പുകയും മറ്റും ഉണ്ടായിരുന്നു, അതും ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് എന്തായാലും ഈ സംഭവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ മനസ്സിലാക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജില്ലാശുപത്രിയുടെ കാഷ്വാലിറ്റിയുടെ മുന്നിലാണ് നമ്മളുള്ളത്. ഇതിന്റെ പുറകുവശത്താണ്, അതായത് ഈ റെക്കോർഡുകളും മരുന്നുകളും ഒക്കെ സൂക്ഷിക്കുന്ന ആ ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത്. അവിടെ നിന്നുള്ള പുക കണ്ടാണ് ഈ വാർഡിലുണ്ടായിരുന്ന ആളുകളും മറ്റും പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടുന്ന സാഹചര്യം ഉണ്ടായത്. ദീർഘനേരം അവരെല്ലാവരും തന്നെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഓരോരുത്തരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങി. ഈ പൂർണ്ണമായി ഇവിടുത്തെ വൈദ്യുതി ബന്ധം നിലവിൽ വിച്ഛേദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇനി മറ്റ് അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ സ്വീകരിച്ചിട്ടുള്ളത്. പൂർണ്ണമായി ഇവിടുത്തെ വൈദ്യുതി ബന്ധം ഇപ്പോൾ വിച്ഛേദിച്ചിട്ടുണ്ട്. അത്യാവശ്യ ഇടങ്ങളിൽ മാത്രം എമർജൻസികളും മറ്റും ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. തീ പൂർണ്ണമായി കെടുത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. അപ്പൊ അതാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ. ആശ്വാസകരമാണ് അവിടുത്തെ വാർത്ത. തീപിടുത്തം ഉണ്ടായെങ്കിലും ആർക്കും പരുക്കില്ല എന്നുള്ള വലിയ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. സ്മിത, സമയം ഇപ്പോൾ 6:23 ആയല്ലേ? നമ്മൾ ഈ അപകട വാർത്തയിൽ നിന്നതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. മാത്രമല്ല ഈ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. കുന്നറ പാർക്കിനകത്തേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഞായറാഴ്ചയാണ്, പക്ഷെ ഞായറാഴ്ച ഒന്നും വകവയ്ക്കാതെ രാവിലെ തന്നെ എക്സസൈസ് വ്യായാമത്തിനൊക്കെ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. അതുപോലെ ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ഈ മെട്രോ വന്നതിന് ശേഷം വീണ്ടും ഈ KMRL തന്നെ നല്ല മനോഹരമാക്കി ഈ കുന്നറ പാർക്ക് നിർമ്മിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ കീഴിലാണ് ഇത് വരുന്നത്, ഈ കുന്നറ പാർക്ക്. അതിൻ്റെ വശത്ത് പുഴയുണ്ട്, മനോഹരമായ പുഴ. സിൽവർ സാൻഡ് ഐലൻഡ്സ് ആണ് അപ്പുറത്തുള്ളത്. നമ്മൾ ചന്ദർ കുഞ്ച് ഫ്ലാറ്റ് പൊളിക്കാനൊക്കെ കോടതിയുടെ വിധി വന്നതൊക്കെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. അത് ഇതിൻ്റെ അപ്പുറത്താണ്, പുഴയുടെ അപ്പുറത്താണ്. അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ നേരം പുലരുമ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഈ മറ്റൊരു വാർത്തയിലേക്ക് പോകാൻ തോന്നുന്നു സ്മിത. ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം അല്ലെങ്കിൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നടക്കുന്നുണ്ട് അല്ലേ? അപ്പം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ യോഗം വിളിച്ച് മുഖ്യമന്ത്രി പുനർനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പയുടെ വിനിയോഗം യോഗത്തിൽ ചർച്ചയാകും. ഈ സാമ്പത്തിക വർഷം തന്നെ പണം ചെലവഴിക്കണമെന്ന നിബന്ധനയിൽ ഈ സംസ്ഥാന നിലപാട് യോഗത്തിൽ തീരുമാനിക്കും. സമയം നീട്ടി ചോദിക്കുന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങളും പരിഗണിക്കും. ടൗൺഷിപ്പ് നിർമ്മാണം, എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ എന്നിവയും യോഗം ചർച്ച ചെയ്യും. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്കാണ് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഉണ്ടാവുക. ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്, അതൊന്ന് കാണിക്കണ്ടേ അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. ഇവിടെ അത്യാവശ്യം വൈകിട്ടൊക്കെ പരിപാടികൾ നടത്താൻ പറ്റും. നോക്കൂ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് ചില സംസ്ഥാനങ്ങളിലൊക്കെ. നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള സൗകര്യങ്ങൾ, അതും പബ്ലിക് പാർക്കുകളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ സന്തോഷമാണ് അല്ലേ? പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാർക്കുകളിലൊക്കെ ഇതിങ്ങനെ കാണാറുണ്ട്. അതെ. അപ്പൊ നമ്മൾ ഇനി അടുത്ത വാർത്തയിലേക്ക് പോകാം. ഇന്നലെ ശശി തരൂരിന്റെ ലേഖനം എത്തുന്നു. അത് പിന്നീട് വലിയ പുകിലായി മാറുന്നു. ശശി തരൂർ പറയുന്നു തന്റെ നിലപാട് ഉറച്ചു നിൽക്കുന്നു. നല്ലത് കണ്ടാൽ നല്ലത് പറയണം, മോശം കണ്ടാൽ അത് മോശമാണെന്ന് തന്നെ പറയണം. അത് തന്റെ നിലപാടാണെന്ന് ശശി തരൂർ പറഞ്ഞു. പക്ഷെ അത് കോൺഗ്രസിൽ വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് അല്ലേ? അതെ, സംസ്ഥാന കോൺഗ്രസിൽ ശശി തരൂരിന്റെ എതിരെ പടയൊരുക്കം എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ശശി തരൂരിനെ ഔദ്യോഗികമായി AICCക്ക് പരാതി നൽകണം എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. വിവാദമുണ്ടായിട്ടും നിലപാട് തിരുത്താൻ തയ്യാറാവാത്തതിൽ ശശി തരൂരിനെതിരെ അമർഷം പുകയുകയാണ് പാർട്ടിക്കുൾ. കേരളത്തെ പുകഴ്ത്തിയുള്ള ലേഖനത്തെ ഒരേ സ്വരത്തിൽ കോൺഗ്രസ് നേതാക്കൾ എതിർത്തിട്ടും തിരുത്താൻ ശശി തരൂർ തയ്യാറായിട്ടില്ല. ഇതോടെയാണ് ശശി തരൂരിനെതിരെ നിലപാട് കടുപ്പിക്കാൻ നേതാക്കളിൽ തന്നെ ഒരു വിഭാഗത്തിന്റെ തീരുമാനം. നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് AICCക്ക് കത്ത് നൽകാൻ KPCCയോട് ആവശ്യപ്പെടും. KPCC ഔദ്യോഗികമായി കത്ത് നൽകിയില്ലെങ്കിൽ സ്വന്തം നിലയിൽ വിഷയം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാനും ചില നേതാക്കൾ പദ്ധതിയിടുന്നുണ്ട്. കേരയിൽ വിഷയത്തിൽ ഉൾപ്പെടെ തരൂർ സ്വീകരിച്ച നിലപാടും ചൂണ്ടിക്കാണിച്ചാണ് ഇവരുടെ നീക്കം. പാർട്ടിയെ പ്രതിരോധത്തിലാക്കി സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് ശശി തരൂരിന്റെ ശ്രമമെന്നാണ് പാർട്ടിക്കുള്ളിൽ സംസാരം. തരൂരിന്റെ ഇടതു പ്രേമത്തെ ആശങ്കയോടെ നോക്കിക്കാണുന്നവരും ഉണ്ട്. പ്രശ്നം വഷളാക്കാതെ പറഞ്ഞു തീർക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. എന്നാൽ മണ്ഡലത്തിലും ശശി തരൂർ സജീവമാകുന്നില്ലെന്ന പരാതിയും ഉയരുന്നു. ശശി തരൂരിനെ പരസ്യമായി തള്ളി KC വേണുഗോപാൽ ഉൾപ്പെടെ രംഗത്തെത്തിയതോടെ വിഷയത്തിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. ചന്ദമാമ ചന്ദ്രകാന്ത കൽപ്പടവിൽ വാവാ, ഇന്ദ്രനീല തിരമാലകളിൽ നീരാടാൻ വാവാ,
നല്ല ചന്ദ്രന്റെ ദൃശ്യമുണ്ട്. ഇപ്പം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞ ചന്ദാമാമ എവിടെയും പോയിട്ടില്ല. സൂര്യൻ ഉറങ്ങി ഉണർന്ന് എഴുന്നേൽക്കും മുൻപേ നമ്മൾ ഇവിടെ എത്തുന്നു. അപ്പോൾ ചന്ദ്രൻ മുകളിലുണ്ട്. എല്ലാ ദിവസത്തെയും കാഴ്ചയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ ആ ഭംഗിയുള്ള കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. കാണുമ്പോ പ്രവിതയ്ക്ക് പാട്ട് വരും. ഇപ്പൊ പ്രവിതയോട് രാവിലെ പാട്ട് പാടാൻ പറഞ്ഞ ഒരു മടിയില്ലാതെ പാടും. കാരണം ഈ ഒരു അന്തരീക്ഷത്തിന്റെ ഒരു ഗുണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? അങ്ങനെ ഉണ്ടോ പ്രവിത? നമുക്ക് പാടാൻ ഒരു മൂഡ് ഉണ്ടാവാനായിട്ട്. ഇപ്പൊ സ്മിത ചേച്ചിക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു വാക്ക് പറയുമ്പോ കവിത വരില്ലേ എന്ന് പറയുന്ന പോലെ എനിക്ക് കുറെ പാട്ടായിരിക്കും അപ്പൊ അവര് ഏതെങ്കിലും ഒരു വാക്ക് പറയുമ്പം. അപ്പൊ അതേ ഉള്ളൂ. പിന്നെ പാടാൻ അങ്ങനെ ഇന്ന സമയം ഒന്നുമില്ല. നമ്മളെ വാർത്തകൾ അനുസരിച്ച് നമ്മളുടെ ബുള്ളറ്റിന്റെ സ്വഭാവം അനുസരിച്ച് പാടാൻ പറയും. അല്ല, ഞാൻ ചോദിച്ചത് ഓണയർ പാടുന്നതിനെ കുറിച്ചല്ല. അല്ലാതെ നമുക്ക് ചില പ്രകൃതി കണ്ടാൽ, ചില അന്തരീക്ഷം, ചില ഇടങ്ങളിൽ പോകുമ്പോ അങ്ങനെ ചില പാട്ട് ഓർമ്മ വരും. അതാണ് ഞാൻ പറഞ്ഞത്, പാട്ടുകൾ ഓർമ്മ വരും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കമന്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ല എന്ന് മജീദ് ചോദിക്കുന്നത്. ഞങ്ങളുടെ പണിയല്ലേ ഇത്? മാത്രമല്ല നമ്മൾ രാവിലെ എണീക്കണ്ടേ, അതല്ലേ നല്ലത്. അപ്പം രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് പ്രശോഭ പറയുന്നുണ്ട്. അപ്പം ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഈ അപകടത്തെ കുറിച്ച്, ഡൽഹിയിൽ നടന്ന അപകടത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ 2 train delayed, 1 more train announced for this problem, 1 train more announcement for this problem അങ്ങനെ എന്തോ ഷാൻ പറയുന്നത്. എനിക്കത് വ്യക്തമായിട്ടില്ല. അപ്പം നല്ല ഭംഗി. ക്യാമറാമാൻ നന്ദി കാഴ്ചകൾക്ക്. സീന മുഹമ്മദ് പറയുന്നു. അതുപോലെ റീന സതീശൻ പറയുന്നു, നമുക്കൊക്കെ സൺഡേ, മൺഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഒക്കെ ഒരുപോലെയാണ് ഡിയേഴ്സ്. ഒരേ റൊട്ടീനിൽ അങ്ങനെ പോകുന്ന. റൊട്ടീനൊക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറെ അതിന്റെ ഇടയിൽ ഈ റൊട്ടീനിൽ നിന്ന് മാറിയൊക്കെ സഞ്ചരിക്കാൻ പഠിക്കണം. അങ്ങനെ നല്ല വെറൈറ്റി ഒക്കെ ആയിട്ട് ഓരോ ദിവസങ്ങളും ബ്യൂട്ടിഫുൾ ആക്കണം. പട്ടാമ്പിക്ക് വന്നുകൂടി എന്ന് അമ്പിളി ചോദിക്കുന്നുണ്ട്. അമ്പിളി, നമുക്ക് ഇവിടെ അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിലുള്ള ജോലി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അത്രയും ദൂരത്തേക്കൊന്നും വരാത്തത് കേട്ടോ. അതെ, കോഴിക്കോട് ബീച്ചിൽ മോർണിംഗ് വാക്ക്, അന്ന് കോഴിക്കോടേക്ക് വരുമ്പോൾ അങ്ങനെ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം എനിക്കും പേഴ്സണലായിട്ടും സന്ദേശങ്ങൾ വരുന്നുണ്ട്. നമുക്ക് പരിചയമുള്ളവരെ ഭരണജ്ഞാനത്തേക്ക് വന്നുകൂടെ, പാലയിലേക്ക് വന്നുകൂടെ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ ഒരു ലോജിസ്റ്റിക്സ് ഉണ്ടല്ലോ. നമ്മൾ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നാണ് ന്യൂസ് ഡെസ്ക് ഉള്ളത്. അപ്പോൾ ന്യൂസ് റീഡേഴ്സ്, ന്യൂസ് പ്രസൻറ്റേഴ്സ് അവിടെ നിന്നാണ് വാർത്തകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പരിസരത്ത് വരുന്നു എന്നേ ഉള്ളൂ. ഞായറാഴ്ചയാണ്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മളെ പ്രേക്ഷകർ നമുക്കൊപ്പം ഈ മോർണിംഗ് വാക്കിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു.